എയ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ 9th ലെസണായ ലതാ മങ്കേഷ്കർ എന്ന ലെസൺ നോക്കാം. രാഷ്ട്ര की आवाज़ स्वर साम्राज्ञी भारत कोकिला सबकी प्यारी दीदी लता मंगेशकर की सुरमई आवाज़ ने संपूर्ण विश्व को अपना दीवाना बना दिया है. രാഷ്ട്രത്തിൻ്റെ ശബ്ദമായ സ്വരസാമ്രാജ്ഞി, സ്വരത്തിൻ്റെ ചക്രവർത്തിനിയായ ഭാരതത്തിൻ്റെ കുയിലായ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദീദി ചേച്ചിയായ ലതാ മങ്കേഷ്കറിൻ്റെ ആ മധുരമായ ശബ്ദം സമ്പൂർണ്ണ വിശ്വക്കോ, ഈ ലോകം മൊത്തവും എന്താണ്, അപ്ന ദീവാന ബനാ ദിയാ ഹെ, ഈ ലോകം മുഴുവൻ ആ ശബ്ദത്തെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു. അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലതാ മങ്കേഷ്കറിൻ്റെ ആ മനോഹരമായ ശബ്ദത്തെ ഈ ലോകം മുഴുവനും ഭ്രാന്തമായി സ്നേഹിക്കുന്നു. लता एक ऐसी शख्सियत का नाम है जो युगों युगों तक सबके दिलों में बनी रहेगी. ലത എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പേര് യുഗങ്ങളോളം എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. ലതാ ദീദി की जीवन यात्रा काफ़ी സംഘർഷപൂർണ്ണ രഹി. ലതായുടെ ജീവിതയാത്ര വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ഉൻകാ ജന്മ 18 सितंबर 1929 को इंदौर में हुआ. അവരുടെ ജനനം 28 സെപ്റ്റംബർ 1929 ഇൻദോറിലായിരുന്നു. വേ ദീനാനാഥ് മങ്കേഷ്കർ തഥാ रोवंती मंगेशकर की बड़ी बेटी थी. ദീനാനാഥ് മങ്കേഷ്കറിൻ്റെയും റോവന്തി മങ്കേഷ്കറിൻ്റെയും മൂത്ത പുത്രിയായിരുന്നു ലതാ മങ്കേഷ്കർ. ബച്പൻ മേ ഉൻകാ നാം ഹേമ ഥ. കുട്ടിക്കാലത്ത് ഹേമ എന്നായിരുന്നു ലതാ മങ്കേഷ്കറിൻ്റെ പേര്. പർ ബാദ് മേ ബദൽക്കർ ലത രഖ് ദിയാ ഗയ. പിന്നീടത് മാറ്റി ലത എന്നാക്കി മാറ്റി. ഉൻകെ പശ്ചാത്ത് മീന, ആശ, ഉഷ और ഹൃദയനാഥ് മങ്കേഷ്കർ കാ ജന്മ ഹുവ. ലതാ മങ്കേഷ്കറിൻ്റെ ജനനശേഷം മീന എന്ന് പറയുന്ന വ്യക്തിയും ആശ, ഉഷ, അതുകൂടാതെ ഹൃദയനാഥ് മങ്കേഷ്കർ എന്നിവരുടെ ജനനം ഉണ്ടായി. ഇവരെല്ലാം ലതാ മങ്കേഷ്കറിൻ്റെ സഹോദരങ്ങളാണ്. 5 वर्ष की उम्र से ही उनके पिताओं ने संगीत का पाठ പഠാനെ ലगे. 5 വയസ്സായപ്പോൾ തന്നെ ലതാ മങ്കേഷ്കറിനെ അച്ഛൻ സംഗീത വിദ്യാഭ്യാസം കൊടുക്കുവാൻ തുടങ്ങി. ലതാ ദീദി കഭി സ്കൂൾ നഹീ ഗയി. ലതാ മങ്കേഷ്കർ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. ക്യോങ്കി പഹലെ ദിൻ ഹി ടീച്ചർ സെ ഉൻകി അൻബൻ ഹോ ഗയി. ഫസ്റ്റ് ഡേ തന്നെ ടീച്ചറുമായിട്ട് എന്താണ് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം യഹ് ഥാ कि वे अपने साथ अपनी बहन आशा को भी ले गई, पर उनकी टीचर ने आशा को कक्षा में बैठने की आज्ञा नहीं दी. അത് അങ്ങനെ വരാൻ കാരണം എന്താണ്? ഫസ്റ്റ് ഡേ തൻ്റെ സഹോദരിയായ ആശയെയും കൊണ്ട് സ്കൂളിൽ പോയി. പക്ഷേ ടീച്ചർ ആശയെ ക്ലാസ്സിൽ ഇരുത്തുവാൻ അനുവദിച്ചില്ല. ഈ ആശ എന്ന് പറയുന്നത് ആശ ഭോൺസ്ലെ എന്ന് പറയുന്ന മറ്റൊരു ഗായികയാണ്. അപ്പോൾ ആശയെ ക്ലാസ്സിൽ ഇരുത്തുവാൻ അനുവദിച്ചില്ല. ഇസി ബാത്ത് സെ ഉൻകോ ഗുസ്സ ആ ഗയ ഓർ വേ ഫിർ കഭി സ്കൂൾ നഹീ ഗയി. ഈ ഒരു കാര്യം കാരണം ലതാ മങ്കേഷ്കറിന് ഭയങ്കര ദേഷ്യമായി. അതിനുശേഷം പിന്നെ സ്കൂളിലേ പോയിട്ടില്ല. യേ ഥാ ഉൻകാ പരിവാർ കെ പ്രതി പ്രേം. ഇതായിരുന്നു ലതാ മങ്കേഷ്കറിന് തൻ്റെ ഫാമിലിയോടുള്ള സ്നേഹം. സൻ 1942 में तो उन पर मुसीबतों का पहाड़ ही टूट पड़ा. 1942 ആയപ്പോഴത്തേക്കും ഒരു പ്രശ്നങ്ങളുടെ ഒരു വലിയ മൗണ്ടൻ തന്നെ, അതായത് അത്രയും വലിയ പ്രശ്നങ്ങൾ തന്നെ ലതാ മങ്കേഷ്കറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഉൻകെ പിതാക്കി മൃത്യു ഹോ ഗയി. അച്ഛൻ്റെ മരണം സംഭവിച്ചു. और उस समय वे केवल 13 वर्ष की थी. ആ സമയം ലതാ മങ്കേഷ്കറിന് വെറും 13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിവാർ കാ സാരാ ബോझ ഉൻ പർ ആപട. ഫാമിലിയുടെ കംപ്ലീറ്റ് ഭാരവും അവരിൽ വന്നു ചേർന്നു. കംപ്ലീറ്റ് ഭാരമെന്ന് പറഞ്ഞാൽ കുടുംബം നോക്കേണ്ട ചുമതല ലതാ മങ്കേഷ്കറിനായി മാറി.
नवयुग चित्रपट मूवी कंपनी के मास्टर विनायक तथा मंगेशकर परिवार के नज़दीकी लोगों ने लता को संगीत के क्षेत्र में अपनी प्रतिभा निखारने में उनकी मदद की. അപ്പം നവയുഗ് ചിത്രപട്ട് മൂവി എന്ന് പറയുന്ന കമ്പനിയും മാസ്റ്റർ വിനായകും അതോടൊപ്പം മങ്കേഷ്കർ ഫാമിലിയുടെ അടുത്തുള്ള, അതായത് പരിചയമുള്ള ആൾക്കാരും ചേർന്ന് ലതാ മങ്കേഷ്കറിനെ സംഗീത ലോകത്ത് തൻ്റെ പ്രതിഭ തെളിയിക്കുവാനുള്ള ഒരു ഹെൽപ്പ് കൊടുത്തു. ലതാക്കു അഭിനയ് പസന്ത് നഹീ ഥ. ലതാ മങ്കേഷ്കറിന് അഭിനയം അത്ര താല്പര്യം ഇല്ലായിരുന്നു. परंतु आर्थिक तंगी के कारण उन्होंने कुछ हिंदी व मराठी फिल्मों में भी काम किया. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഹിന്ദിയിലും കുറച്ച് മറാഠി ഫിലിമിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 1945 में लता मुंबई आ गई और वहाँ उनकी संगीत प्रतिभा अधिक आकार लेने लगी. 1945 1945 ലതാ മങ്കേഷ്കർ മുംബൈയിൽ വരികയും അവിടെ അവരുടെ ആ സംഗീതത്തിലുള്ള അവരുടെ ആ ഒരു പ്രതിഭ കൂടുതൽ രൂപം നേടുകയും ചെയ്തു. അതായത് കൂടുതൽ മനോഹരമായ രീതിയിൽ സംഗീത രംഗത്ത് വരുവാൻ ലതാ മങ്കേഷ്കറിന് സാധിച്ചു. വഹാ ഉന്നാനെ ഉസ്താദ് അമൻ അലി സേ സംഗീത് സീഖ്ന ശുരു കിയ. അവിടെ വെച്ച് ഉസ്താദ് അമൻ അലിയിൽ നിന്നും സംഗീതം പഠിക്കുവാൻ ആരംഭിച്ചു. वे वसंत देसाई और गुलाम हैदर जैसे संगीतकारों के संपर्क में भी आई. അതോടൊപ്പം പ്രസിദ്ധരായ വസന്ത് ദേശായിയും അതോടൊപ്പം ഗുലാം ഹൈദർ എന്ന് പറയുന്ന സംഗീതവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായും കോണ്ടാക്റ്റ് ചെയ്യാൻ ലതാ മങ്കേഷ്കറിന് അവസരം കിട്ടി. 1950 से 1970 तक का दौर उनके लिए बहुत बेहतरीन रहा. 1950 മുതൽ 1970 വരെയുള്ള ആ ഒരു കാലഘട്ടം വളരെ നല്ല കാലമായിരുന്നു ലതാ മങ്കേഷ്കറിന്. इस समय एक से बढ़कर एक संगीतकार, गीतकार और फिल्मकार थे. ആ സമയത്താണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സംഗീത സംവിധായകരും പാട്ടുകാരും ഫിലിം ഡയറക്ടേഴ്സും ഫിലിമുമായി ബന്ധപ്പെട്ട ആൾക്കാരുമൊക്കെ ഉണ്ടായിരുന്നത്. സബ്നെ മിൽക്കർ ബഹത്തരീൻ ഫിൽമേ ബനായി വ സംഗീത് രച. എല്ലാവരും ചേർന്ന് നല്ല സിനിമകളും അതോടൊപ്പം നല്ല സംഗീതവും നിർമ്മിച്ചു. ജോ ലതാ കെ സ്വരമേ ഢൽക്കർ ജാദു കാ കാം കർണേ ലഗ. അത് ആ രചനകൾ ലതാ മങ്കേഷ്കറിൻ്റെ സ്വരത്തിലൂടെ കൂടുതൽ മാജിക്കലായിട്ട് മാറി. ദേഖ്തേ ഹി ദേഖ്തേ വേ ചോട്ടി കി ഗായിക ബൻ ഗയി. നോക്കി നിൽക്കെ തന്നെ കൊടുമുടിയിലെത്തിയ, അതായത് ഏറ്റവും ഉയരങ്ങളിലെത്തിയ ഗായികയായിട്ട് ലതാ മങ്കേഷ്കർ മാറി. ഉൻകെ ദ്വാരാ ഗായേ ഗേ ഗീത് എ മേരെ വതൻ കെ ലോഗോं को सुनकर तत्कालीन प्रधानमंत्री की आंखों में आंसू आ गए. അവർ പാടിയ, ലതാ മങ്കേഷ്കർ ജി പാടിയ എ മേരെ വതൻ കെ ലോഗോം എന്ന് തുടങ്ങുന്ന ആ പാട്ട് അന്നത്തെ പ്രധാനമന്ത്രി കരഞ്ഞുപോയി. അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹമാണ് ഇത് കേട്ട് കരഞ്ഞത്. ഉन्होंने മധുബാല से लेकर മാധുരി ദീക്ഷിത് तक का तमाम हीरोइनों को अपनी आवाज़ दी. മധുബാല മുതൽ മാധുരി ദീക്ഷിത് വരെയുള്ള എല്ലാ ഹീറോയിനുകൾക്കും ലതാ മങ്കേഷ്കർ തൻ്റെ സൗണ്ട് പാട്ടിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. 1962 में लता को जहर देकर मारने की भी कोशिश की गई. 1962 ലതാ മങ്കേഷ്കറിനെ ജഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷം, പോയിസൺ, വിഷം കൊടുത്ത് കൊല്ലാനുള്ള കോശിഷ്, പ്രയത്നവും ഉണ്ടായി. അതായത് ലതാ മങ്കേഷ്കറിന് വിഷം पर ऐसा किसने किया उसका खुलासा नहीं हो गया. പക്ഷേ അത് ആരാണ് ചെയ്തതെന്ന് ഇതുവരെയും ആർക്കും അറിവില്ല. परंतु लता जी 3 महीने तक काफ़ी बीमार रही. പക്ഷേ 3 മാസത്തോളം ലതാ മങ്കേഷ്കർ വളരെയധികം സുഖമില്ലാതെ ഇരുന്നു. उसके बाद से कहा जाता है कि उनके खाने से पहले मजरूह സുൽത്താൻപുരി ഉൻകെ ഖാനെ കോ ചഖ്തേ थे. പിന്നെ അതിനുശേഷം പറയപ്പെടുന്നതാണ് അവർ കഴിക്കുന്നതിന് മുന്നേ, ലതാ മങ്കേഷ്കർ കഴിക്കുന്നതിന് മുന്നേ ആ ഫുഡ് മജ്രൂ സുൽത്താൻപുരി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു കഴിച്ചു നോക്കിയിട്ടേ ലതാ മങ്കേഷ്കർ കഴിക്കാറുള്ളൂ. ബച്പൻ സേ ഹി പാരിവാരിക് ബോജ് സേ ദബി രഹനെ സേ
दबी रहने के कारण उन्हें शादी के बारे में सोचने की फुर्सत ही ना मिली. കുട്ടിക്കാലം മുതൽക്കേ ഫാമിലിയുടെ ആ ഒരു ഭാരം താങ്ങേണ്ടി വന്നതിനാൽ, അതായത് ഫാമിലിയിലെ സഹോദരങ്ങളെ എല്ലാവരെയും നോക്കേണ്ട ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, സ്വന്തം മാരേജിനെക്കുറിച്ച്, കല്യാണത്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ലതാ മങ്കേഷ്കറിന് കിട്ടിയില്ല. लता जी के द्वारा फतह किया गया संगीत का इतना बड़ा साम्राज्य है कि उनका नाम ഗിനീസ് ബുക്ക് മേ ദർജ് ഹൈ. ഗിനീസ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഓക്കെ, ലതാജി പടുത്തുയർത്തിയ സംഗീതത്തിൻ്റെ ഈ വലിയൊരു സാമ്രാജ്യം കാരണം എന്താണ്, അവരുടെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. उनके द्वारा गाया गया हर गीत सुर बेल पर खिले फूल के समान है. അവർ പാടിയ ഓരോ പാട്ടുകളും സ്വരബേൽ, സ്വരമാകുന്ന വള്ളിച്ചെടിയിൽ, ഖിലെ ഭൂൽ, വള്ളിച്ചെടിയിൽ പൂത്ത ഓരോ പൂക്കൾക്ക് തുല്യമാണ് ലതാ മങ്കേഷ്കർ പാടിയ ഓരോ പാട്ടും. അതായത് സംഗീതത്തിനെ എന്താണ്, ഒരു വള്ളിച്ചെടിയായും അതിൽ വിടർന്ന പൂക്കളായിട്ടുമാണ് ഇവിടെ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. യഹ് തോ ഫിലിം സെൻസാർ കോ ബഡേ സൗഭാഗ്യ സെ മിലി കൽപ്പലത ഹെ. ഫിലിം വേൾഡിന് കിട്ടിയ ഒരു കൽപ്പലതയാണ്. അതായത് കൽപ്പലത എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന ലത. ലത എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടി. അതായത് ഫിലിം ഇൻഡസ്ട്രിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയ ഒരു ആളാണ് ലതാ മങ്കേഷ്കർ. अमेरिका के वैज्ञानिकों ने भी कह दिया कि इतनी सुरीली आवाज़ न कभी थी और न कभी होगी. അമേരിക്കയിലെ അതായത് വൈജ്ഞാനിക് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ, അതായത് അമേരിക്കയിലെ പല സയൻറ്റിസ്റ്റും പറഞ്ഞിട്ടുള്ളത്, ഇത്രയും സ്വീറ്റായിട്ടുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നുമില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല. അതായത് ലതാ മങ്കേഷ്കറിൻ്റെ അത്രയും സ്വീറ്റ് വോയിസ് ഇതുവരെ അവർ കേട്ടിട്ടുമില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല എന്നാണ്. ലതാജി കോ പ്രാപ്ത് പുരസ്കാരോं की सूची इतनी लंबी है कि उसका जिक्र कर पाना संभव नहीं है. ലതാ മങ്കേഷ്കറിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അവാർഡുകളെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ്, സൂചി എന്ന് ഉദ്ദേശിക്കുന്ന ലിസ്റ്റ് ഇത്രയും വളരെ നീണ്ടതായത് കാരണം അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുവാൻ പോലും പറ്റില്ല. ഫിർ ഭി കുച്ച് കാ ഉല്ലേഖ് കർണ ആവശ്യക് ഹെ. പക്ഷേ കുറച്ച് പറയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ ലിസ്റ്റ് എടുത്താൽ എന്താണ്, വളരെ നീണ്ട ഒരു ലിസ്റ്റാണ് അത്. ഏത് ലിസ്റ്റാണ്? ലതാ മങ്കേഷ്കറിന് കിട്ടിയ അവാർഡുകളുടെ ലിസ്റ്റ്. 1969 പത്മഭൂഷൺ കിട്ടി, 1989 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാർ കിട്ടി, 1993 ഫിലിം ഫെയർ ദ്വാര ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടി, 1999 പത്മവിഭൂഷൺ, 2001 ഭാരതരത്ന, അപ്പോൾ തന്നെ 2001 തന്നെ മഹാരാഷ്ട്രരത്ന, 2004 ഫിലിം ഫെയർ ദ്വാര ഗോൾഡൻ ട്രോഫി. ഇതൊക്കെ ലതാ മങ്കേഷ്കറിന് കിട്ടിയതിൽ വളരെ കുറച്ച് മാത്രമാണ്. 78 वर्ष के करियर में उन्होंने विभिन्न भाषाओं में 50,000 गाने गाए हैं. 78 വർഷത്തെ അവരുടെ കരിയറിൽ പല ഭാഷയിലുള്ള 50,000-ഓളം പാട്ടുകൾ പാടി. ആഖിരി ബാർ ഉन्होंने 2004 में वीर ज़ारा के लिए गाना गाया. അവസാനം 2004 വീർ സാറ എന്ന് പറയുന്ന ഫിലിമിലെ പാട്ടാണ് പാടിയത്. ഇസ്കെ ബാദ് ഗാനെ സെ സന്യാസ് ലേ ലിയ. അതിനുശേഷം എന്താണ്, പാട്ട് പാടുന്നതിൽ നിന്നും സന്യാസം വരിച്ചു. അതായത് ഇനി പാട്ട് പാടുന്നില്ല എന്ന് തീരുമാനിച്ചു. ലതാജീനെ ശിക്ഷാഗ്രഹൺ നഹി കി. വിദ്യാഭ്യാസം ലതാജിക്ക് കിട്ടിയിട്ടില്ല. ഫിർ ഭി 6 വിശ്വവിദ്യാലയോं ने उन्हें डॉक्टरेट की डिग्री से सम्मानित किया था. വിദ്യാഭ്യാസം നേടിയിട്ട് പോലുമില്ലാത്ത ലതാ മങ്കേഷ്കറിന് 6 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡോക്ടറേറ്റിൻ്റെ ഡിഗ്രി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അതായത് 6 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡോക്ടറേറ്റ് കിട്ടിയ ഒരു വ്യക്തിയാണ് ലതാ മങ്കേഷ്കർ. 5 फरवरी 2022 को सरस्वती पूजा थी. ഫെബ്രുവരി 5, 2022
സരസ്വതി പൂജയായിരുന്നു. ഉസ്കെ അഗലെ ദിൻ, അതിൻ്റെ അടുത്ത ദിവസമായ 6 ഫെബ്രുവരി 2022 को बीच कैंडी अस्पताल में 93 वर्ष की उम्र में स्वर साम्राज्ഞി ശാന്ത് ഹോ ഗയി. അതായത് 93-ാമത്തെ വയസ്സിൽ ലതാ മങ്കേഷ്കർ അന്തരിച്ചു. സ്വരങ്ങളുടെ ചക്രവർത്തിനിയായ ലതാ മങ്കേഷ്കർ ശാന്തയായി, അതായത് മരിച്ചു. ऐसा लगा मानो माँ सरस्वती स्वयं अपने पुत्री को ले जाने के लिए आई थी. അത് കണ്ടാൽ തോന്നും സ്വരങ്ങളുടെ ദേവിയായ സരസ്വതി ദേവി തൻ്റെ പുത്രിയെ കൊണ്ടുപോകാൻ വന്നതാണോ എന്ന് നമുക്ക് തോന്നും. ഉൻകാ അന്തിം സംസ്കാർ പൂരെ രാജകീയ സമ്മാൻ കെ സാത്ത് കിയാ ഗയ. ലതാ മങ്കേഷ്കറിൻ്റെ അന്തിമ സംസ്കാരം എല്ലാവിധ ബഹുമതിയോടുകൂടിയായിരുന്നു നടന്നത്. ദേശ് കാ ബച്ച ബച്ച ജിൻകെ നാം സെ പരിചിത് ഹൈ, ऐसी ममतामयी लता जी की विदाई की बेलामी देश के प्रधानमंत्री नरेंद्र मोदी जी तथा फिल्म एवं संगीत जगत की सभी गणमान्य अतिथियाँ वहाँ उपस्थित थी. ദേശ് കാ ബച്ച ബച്ച ജിൻകെ നാം സെ പരിചിത് ഹെ, രാജ്യത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും പരിചിതമായ വ്യക്തിയാണ് ലതാ മങ്കേഷ്കർ. ഐസി മമതാമയി ലതാജി കി വിദായി, ഇങ്ങനെ മാതൃത്വം നിറഞ്ഞ ലതാജിയുടെ അന്ത്യയാത്രയിൽ ദേശ് കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, ഫിലിം ഏവം സംഗീത് ജഗത് കി സഭി ഗണമാന്യ ഹസ്തിയ, സിനിമയിലും പിന്നെ സംഗീതത്തിലുമുള്ള പ്രശസ്തരായ വ്യക്തികൾ എല്ലാവരും സന്നിഹിതരായിരുന്നു. സബീനെ അപ്നി നം ആംഖോ സെ ഉൻകോ ശ്രദ്ധാഞ്ജലി സമർപ്പിക്കി, എല്ലാവരും തങ്ങളുടെ നനഞ്ഞ കണ്ണുകളോടെ, എല്ലാവരും ദുഃഖത്തോടെ തങ്ങളുടെ ആ ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗീത് സംഗീത് കെ പ്രതി സമർപ്പൺ സെ പരിഷ്കൃത് ആപ്കാ വ്യക്തിത്വ ശാലീനത സൗമ്യത തഥാ ആത്മീയത കാ രഹാ ഹെ. സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ച അവരുടെ വ്യക്തിത്വം വളരെ ശാലീനവും ലളിതവും സൗമ്യവും ആത്മീയത നിറഞ്ഞതുമായിരുന്നു. ജോ അനന്തകാല തക്ക് കലാസാധകവും കോ പ്രേരിത് കർത്താ രഹേഗ, വളരെ കാലത്തോളം, അന്തമില്ലാത്ത കാലത്തോളം കലയുടെ സാധകവും കോ, കല അഭ്യസിക്കുന്നവർക്ക് ഒരു പ്രേരണ തന്നെ ആയിരിക്കും. स्वर के महायुग का अंत नहीं हुआ है, समय का चक्र अवश्य उनको हमारे सामने लाएगा. स्वर के महायुग का अंत नहीं हुआ है, സ്വരത്തിൻ്റെ മഹായുഗം അവസാനിച്ചിട്ടില്ല. സമയക്ക ചക്ര, സമയമാകുന്ന ചക്രം തീർച്ചയായിട്ടും ഉൻകു ഹമാരെ സാമനെ ലായേഗ, അവരെ നമ്മുടെ മുന്നിൽ വീണ്ടും കൊണ്ടുവരും. സ്വർ സാമ്രാജ്ഞി പരമ ശ്രദ്ധേയ ലതാജി കാ തപസ്വി ജീവൻ സ്വർ സാധന കാ അപ്രഥിമ അധ്യായ ഹെ. സ്വരങ്ങളുടെ രാജ്ഞിയായ എത്രയും ബഹുമാന്യയായ ലതാജിയുടെ തപസ് ചെയ്യുന്നത് പോലുള്ള ജീവിതം ഒരു അധ്യായം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ने उनके प्रति श्रद्धासुमन अर्पित करते हुए कहा था. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലതാജിയെ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഉൻകെ നിധൻ സെ ജോ ഖാലിപ്പൻ പൈദാ ഹോ ഗയാ ഹെ വഹ് ഭരാ നഹി ജാ സക്ത. ലതാജി മരിച്ചതോടുകൂടി ഒരു ഖാലിപ്പൻ എന്ന് പറഞ്ഞാൽ ശൂന്യത വന്നത് ഒരിക്കലും നികത്താൻ സാധിക്കുകയില്ല. ഭാവി പീഠിയ ഉനെ ഭാരതീയ സംസ്കൃതി കി പുരോധാക്കെ രൂപമേ യാദ് രഖേഗി. വരാൻ പോകുന്ന തലമുറകളെല്ലാം തന്നെ ലതാജിയെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഓർമ്മിക്കും. ഉൻകി സുരീലി ആവാസ് മേ ലോഗോं को मंत्रमुक्त करने की अद्भुत क्षमता थी. ലതാജിയുടെ ആ മധുരമായ വോയിസിന് ആൾക്കാരെ മയക്കിയിരുത്തുവാനുള്ള അത്ഭുതമായ കഴിവ് ഉണ്ടായിരുന്നു. ലതാജി की इस महान यात्रा के पूरा होने पर हर देशवासी उन्हें कोटि कोटि नमन करता है. ലതാജിയുടെ ഈ മഹത്തായ യാത്ര, അതായത് ഇതുവരെയുള്ള ജീവിതവും സംഗീതവുമാകുന്ന യാത്ര കംപ്ലീറ്റ് ആകുന്നതോടുകൂടി
എല്ലാ ദേശവാസികളും ലതാജിയെ പല പ്രാവശ്യം നമസ്കരിക്കും. സുർക്കി ദേവി കാ മഹാപ്രസ്ഥാൻ ഹെ, സ്വരത്തിൻ്റെ ദേവിയുടെ യാത്രയാണ്. പുഷ്പ് ലഡിയോസ സജാ ദർബാർ ഹെ, പുഷ്പങ്ങളാൽ അലങ്കരിച്ച കൊട്ടാരമാണ്. ദർബാർ എന്ന് പറഞ്ഞാൽ സദസ്സാണ്. ആജ് തോ മഹഫിൽ സജേഗി സ്വർഗമേ, ഇന്ന് സ്വർഗത്തിൽ ഒരു സഭ കൂടുകയും. കോകിലാക്ക ഹോ രഹ ഇന്തസാർ ഹെ, ഈ കോകിലത്തിൻ്റെ, ഈ കുയിലിനെ കാത്തവിടെ പലരും വെയിറ്റ് ചെയ്യുന്നു. എന്തിനാണ്? അവരുടെ പാട്ട് കേൾക്കാനായിട്ട് സ്വർഗത്തിലിപ്പോൾ ദേവന്മാർ വെയിറ്റ് ചെയ്യുകയാണ്.